എന്താണ് പരിപാടി? എല്ലാവരും രാവിലെ തന്നെ ഇവിടെ നല്ല മത്തിക്കറി ഉണ്ട്. മത്തിക്കറിയും ദോശയും, മത്തി മുളകിട്ടത് ആയിട്ടില്ല, അതിൻ്റെ പരിപാടിയിലാണ്. കണ്ടോ ഗൈസ്, തക്കാളി, മാങ്ങ, കടുക്, നല്ല വാടി മാങ്ങ ഇട്ട മീൻകറി കേട്ടോ. മാങ്ങ കുറച്ച് പഴുത്തിട്ടുണ്ട്. കണ്ടോ, മത്തി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്, നല്ലോണം കട്ട് ചെയ്ത് വരയൊക്കെ ഇട്ട്. ഇതെന്താണെന്നറിയോ? മത്തിയുടെ തലയാ. മുമ്പൊക്കെ മത്തിയുടെ തല ആരും കളയൂലായിരുന്നു, ഇപ്പം ആരും ഉപയോഗിക്കില്ല. മത്തിയുടെ തല നല്ല മസാലയൊക്കെ പെരക്കി പൊരിച്ച് കഴിക്കാം. ഇതിങ്ങനെ വഴറ്റിയിട്ട് നല്ലോണം വേവണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തു പറയുന്നു? രാവിലെ തന്നെ മീൻകറി കൂട്ടി കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്കൊന്നും പറ്റില്ല കേട്ടോ. ഞങ്ങളിവിടെയൊക്കെ കഴിക്കും. നല്ല മീനും കപ്പയും കറിയും പത്തിരിയും മീൻകറിയും ദോശയും. ഉണ്ട് ഗൈസ്, മീൻ ഇതിലിട്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നല്ലോണം വറ്റി വരണം. മീൻ ഉടഞ്ഞു പോവാതെ നല്ലോണം കറിയൊക്കെ വറ്റി വന്നാൽ സെറ്റ്. ഇനി കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കണം. നമ്മുടെ സാധനം റെഡിയായി മക്കളെ. മീൻ കറി റെഡി. നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി. മീൻകറിയുടെ കൂടെ കഴിക്കാൻ എന്താണെന്നറിയോ? ആട്ടയുടെ ദോശയാണ്. ആട്ട ദോശ അങ്ങനെ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ആട്ടയുടെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആട്ട ചപ്പാത്തി, ദോശ, ആട്ടപ്പത്തിൽ എന്നൊക്കെ പറയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായി തടി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചിത് കഴിക്കാമെന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഞാൻ തന്നെ കേട്ടോ ചൂടുന്നത്. ഇവിടെ തലയിൽ ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് അതിലിങ്ങനെ നല്ല മസാലയൊക്കെ പെട്ടി കറിവേപ്പിലൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കണം. കുറച്ച് അധികം ഫ്രൈ ആക്കണം. കുറച്ച് ഡ്രൈ ഫ്രൈ പോലെ ആവും. അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവും. മത്തിയുടെ തലയാണ്. അധികം എണ്ണയിൽ കുളിപ്പിക്കാൻ പാടില്ല, അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ പൊരിയട്ടെ. അപ്പം കഴിക്കാം. നല്ല മത്തിക്കറി, ദോശ, മത്തിയുടെ തല, സവാള ഇങ്ങനെ കഴിക്കാം. എല്ലാവരും കഴിക്കട്ടാ. ടാറ്റാ.